ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റഷ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് ആ റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതാവുമായിരുന്ന അലക്സി നവൽനി ജയിലിൽ വെച്ച് മരിച്ചത് ഒരിനം വിഷത്തവളയുടെ വിഷമേറ്റാണെന്നും നവൽനിയെ റഷ്യ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ നടുക്കത്തിലാണ് ലോകം. ലാറ്റിൻ അമേരിക്കയുടെ വടക്കൻ മേഖലയിലെ കാടുകളിൽ കാണപ്പെടുന്ന എപ്പിപെഡോബാക്ടീസ് എന്ന ജനസിലുള്ള വിഷത്തവളകളുടെ ചർമ്മത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത എപ്പിബാറ്റിഡിൻ എന്ന വിഷം ഉപയോഗിച്ചാണ് നവൽനിയെ കൊലപ്പെടുത്തിയതെന്നും മൃതദേഹ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇത് വ്യക്തമായുമെന്നുമാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. വിഷം നൽകിയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ റഷ്യ അന്നും ഇന്നും എന്നും ആരോപണം നേരിടുന്നുണ്ട്. മാരകമായ വിഷം ഉള്ളിൽ ചെന്ന് റഷ്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം പലരും പ്രവചിച്ചിരുന്നു. ഒരു വിഷപ്രയോഗത്തിലൂടെ നവൽനി കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പ് പലരും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ റഷ്യ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ റഷ്യക്കെതിരെ ഉയരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത വെളിപ്പെടുത്തലിലാണ് ഈ നിർണായക വിവരമുള്ളത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് നവൽനിയുടെ മരണം സംബന്ധിച്ച നിർണായക റിപ്പോർട്ടുള്ളത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ തുടരുമ്പോൾ ഉഗ്രവിഷമുള്ള തവളയിൽ നിന്ന് സ്വീകരിച്ച വിഷം നൽകിയാണ് അലക്സി നവൽനിയെ കൊലപ്പെടുത്തിയതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത വെളിപ്പെടുത്തൽ. ജയിലിൽ വെച്ച് വിഷം നൽകിയതിനെ തുടർന്നാണ് നവൽനിയുടെ മരണം സംഭവിച്ചതെന്ന് ലാബ് പരിശോധനയിൽ സ്ഥിരീകരിച്ചുവെന്നാണ് ഈ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. നവൽനിയുടെ ശരീരത്തിൽ എത്തിയത് വിഷമുള്ള തവളയുടെ തൊഴിലിൽ നിന്ന് ശേഖരിച്ച മാരകമായ വിഷമാണെന്നാണ് നിർണായകമായ ആരോപണം. നവൽനിയുടെ ശരീര സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിൽ എപ്പിബാറ്റിഡിൻ എന്ന മാരകമായ ന്യൂറോ ടോക്സിൻ സാന്നിധ്യം കണ്ടെത്തി. ഇതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നവൽനിയുടെ ജീവനെടുത്ത വിഷം എങ്ങനെ എത്തിയെന്ന കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. നവൽനിയെ പോലെ ലോകം അറിയുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ ഉറപ്പിച്ച വിഷമോ മറ്റ് എന്തെങ്കിലും വസ്തുവോ ജയിലിലെ സെല്ലിൽ എത്തണമെങ്കിൽ റഷ്യൻ ഭരണകൂടം അറിയാതെ സാധിക്കില്ല. അദ്ദേഹത്തിന് നൽകിയിരുന്ന മരുന്നും ഭക്ഷണവും പോലും വിവിധ പരിശോധനകളിലൂടെ അധികൃതരുടെ ശ്രദ്ധയോടെയും മാത്രമായിരുന്നു ജയിലിലെ സെല്ലിൽ എത്തിയിരുന്നത്. നവൽനി ഒരു ഭീഷണിയായി കണ്ട റഷ്യൻ ഭരണകൂടം ഏറ്റവും നികൃഷ്ടമായ മാർഗം തന്നെ സ്വീകരിച്ചുവെന്നാണ് ബ്രിട്ടന്റെ വിമർശനം. എതിരാളികളോട് റഷ്യൻ ഭരണകൂടത്തിനുള്ള അമിതമായ ഭയവും പ്രകടമാക്കുന്നതാണ് ഈ സംഭവമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യവെറ്റ് കൂപ്പർ പറഞ്ഞു വെക്കുന്നു. അമേരിക്കയുടെ വടക്കൻ മേഖലയിൽ കാണപ്പെടുന്ന വിഷത്തവളകളാണ് എപ്പിപെഡോബാക്ടീസ് എന്ന ജനസിലുള്ള പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. തിളങ്ങുന്ന ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളുള്ള ഇവയുടെ വിഷം അതിമാരകമാണ്. ഈ തവളകളുടെ ചർമ്മത്തിൽ നിന്നാണ് എപ്പിബാറ്റിഡിൻ എന്ന വിഷം വേർതിരിച്ചെടുക്കുന്നത്. മോർഫിനേക്കാൾ 100 മടങ്ങ് മാരകമാണിത്. എപ്പിബാറ്റിഡിൻ ഒരു ആൽക്കലോയിഡ് നൈട്രജൻ അടങ്ങിയ രാസസംയുക്തമാണ്. നിക്കോട്ടിനോട് സാമ്യമുള്ള ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കും. ഈ വിഷം ജീവിയുടെ ഉള്ളിൽ ചെന്നാൽ പേശികൾ മരവിക്കുകയും ബോധം നഷ്ടമാവുകയും കോമയിലാവുകയും ഒക്കെ ചെയ്യും. ശ്വാസകോശം പ്രവർത്തനരഹിതമായി ശ്വാസം മുട്ടിമരിക്കും. അമേരിക്കയിലെ ആദിവാസികൾ ഇത്തരം തവള വിഷം അമ്പിൻ മുനയിൽ പുരട്ടി വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നു. വിഷാമ്പേറ്റ മൃഗങ്ങൾ പെട്ടെന്ന് തന്നെ മരിച്ചു വീഴും. റപ്പോയ്സൺ ഡാർട്ട് ഫ്രോഗുകൾ സ്വാഭാവികമായി റഷ്യയിൽ കാണപ്പെടുന്നവയല്ല. മാത്രമല്ല, പരീക്ഷണശാലകളിൽ വളർത്തുന്ന ഈ ഇനത്തെ തവളകളിൽ കടുത്ത വിഷം കണ്ടെത്തിയിട്ടുമില്ല. കാട്ടിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പോയ്സൺ ഡാർട്ട് ഫ്രോഗുകളിലാണ് വിഷം കണ്ടെത്തിയത്. ഇത്തരം തവളകളുടെ സ്വാഭാവികമായ ഭക്ഷണ രീതികളും ആവാസ വ്യവസ്ഥയുമാണ് വിഷത്തിന് കാരണമാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. അതുകൊണ്ട് തന്നെ വിഷം വേർതിരിച്ചെടുത്ത് റഷ്യയിൽ എത്തിച്ച് നവൽനിക്ക് നൽകിയതാണെന്ന വാദത്തിന് ബലമേറെയാണ്. രാസായുധ ഉടമ്പടി ലംഘിച്ചതിന് റഷ്യക്കെതിരെ രാസായുധ നിരോധന സംഘടനയ്ക്ക് പരാതി നൽകുമെന്ന് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വിഷം നൽകിയതായി നവൽനിയുടെ ഭാര്യ യൂലിയ നവൽനി കഴിഞ്ഞ വർഷം ആരോപിച്ചിരുന്നു. ഈ വാദം ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സൈബീരിയയിൽ പ്രചാരണം നടത്തുന്നതിനിടെ 2020 നവൽനിക്ക് നോവിചോക്ക് എന്ന മാരക വിഷം നൽകിയിരുന്നു. ചായയിൽ കലർത്തി ഈ വിഷം നൽകിയതെന്നാണ് ആരോപണം. വിഷബാധയേറ്റ് നവൽനിയുടെ നാഡീവ്യൂഹങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ഈ ഘട്ടത്തിൽ ജർമ്മനിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുകയായിരുന്നു. പിന്നീട് 5 മാസത്തിന് ശേഷം റഷ്യയിലേക്ക് എത്തിയെങ്കിലും വൈകാതെ തടവിലായി. എന്തായാലും ഇപ്പോഴത്തെ റിപ്പോർട്ട് റഷ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്.